ഭയങ്കരമായിട്ടുള്ള ചർച്ചകളാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, മലബാർ ഫൈസൽ എന്ന് പറയുന്ന ഒരു വലിയ മുതലാളിയുടെ വീട്ടിൽ ഒരുപാട് സെലിബ്രിറ്റികൾ വന്നിരുന്നു. അതിൻ്റെ കൂടെ ആദില നൂറമാറും പോയി. അവർ നല്ല രീതിയിൽ മൂക്കുമുട്ട തിന്നിട്ട് വന്നു. അത് അങ്ങേർക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ എന്നറിയില്ല. അങ്ങേര് പിന്നീട് പറഞ്ഞ് വിളിക്കാതെയാണോ വന്നിരിക്കുന്നത്, കുറേ എണ്ണം വിളിക്കാതെ തന്നെ കയറി വന്നിട്ടുണ്ടെന്ന്. ആദ്യം തന്നെ ഞാൻ സെലിബ്രിറ്റി എന്ന് പറയുന്ന കുറേ ടീമിനോട് പറയുകയാണ്, അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ വാങ്ങിച്ചിട്ട് ചില വലിയ വലിയ ടീമുകൾ ചെയ്യുന്നതായിരിക്കും. ഒന്നിക്കലെന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ ചെറിയൊരു പൈസ നിങ്ങൾക്കും തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനുള്ള പൈസ തരും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ റൂമും കാര്യങ്ങളും ഒക്കെ കൊടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വിളിക്കുമ്പോഴേ നമ്മൾ പോയി തിന്നുമ്പോഴേ രണ്ട് കാര്യം ആലോചിക്കണം. ഒന്ന്, നമുക്കിങ്ങനെ ഒരു പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഞാൻ വിളിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആരാണ് നിങ്ങളെ വിളിക്കുന്നത് ആ വിളിക്കുന്നയാളോട് പറയുക, അതിൻ്റെ ഓണറോട് വിളിക്കാൻ വേണ്ടി പറയുക. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ പങ്കെടുത്തിട്ടില്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇതുപോലൊരു നാണക്കേട് വന്നു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോപ്പിട്ട് കുളിച്ചു കഴിഞ്ഞാലും ഈ നാണക്കേട് പോകില്ല. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞ സെലിബ്രിറ്റി ആണെന്ന് വിചാരിച്ചിട്ട് നക്കി തിന്നാൻ പോകരുത്. കാരണം എന്ന് വെച്ചാൽ എന്ത് കിട്ടിക്കഴിഞ്ഞാലും പോയി തിന്നുന്ന ഒരുപാട് സെലിബ്രിറ്റികൾ നമ്മളെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സെലിബ്രിറ്റികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പോയി തിന്നാൻ നിൽക്കരുത്. ഏതായാലും സ്നേഹ ശ്രീകുമാർ എന്ന് പറയുന്ന നമുക്കെല്ലാം അറിയാം, നമ്മുടെ മണ്ടോദരി ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിക്കുകയാണ്. പ്രിയപ്പെട്ട മലബാർ ഫൈസലിക്കാനോട്, പൈസ കൊടുത്തു വാങ്ങേണ്ടത് അല്ല മനുഷ്യത്വം. നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ ചിലപ്പോൾ ഒരുപാടുണ്ടാകാം, പക്ഷേ അതുകൊണ്ടൊന്നും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല ഇന്ന് കാണിച്ച വൃത്തികേട്. 2 പെൺകുട്ടികളെ വീട്ടിൽ ക്ഷണിച്ചു വരുത്തിയിട്ട് പിറ്റേ ദിവസം തോന്നിയവാസം എഴുതി വിടുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. സ്വന്തമായി ജോലിയെടുത്തു അന്തസ്സായി ജീവിക്കുന്ന ആദിലക്കും നൂറക്കും നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണം ഇല്ലാതെ കയറി വരേണ്ട ഗതികേട് ഇല്ല. അവർക്ക് വ്യക്തമായ തീരുമാനം ഉള്ളവരാണ്. അല്ലാതെ വിളിക്കുകയും ഷേക്ക് ഹാൻഡ് കൊടുത്ത് സ്വീകരിക്കുകയും പിറ്റേ ദിവസം വിളിച്ചില്ല എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുകയും കുറെ കഴിഞ്ഞ് അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഡബിൾ സ്റ്റാൻഡ് എടുക്കുന്ന രീതിയല്ല. പ്രിയപ്പെട്ട ആദില നൂറ, നിങ്ങളെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ വിളിക്കുന്നു. ഞങ്ങളുടെ സ്നേഹഭവനത്തിലേക്ക് അവിടെ ലിഫ്റ്റോ പരിചാരകരോ 150 ടൈപ്പ് ഫുഡോ ഒന്നും ഉണ്ടാവില്ല. ഒന്ന് ഉറപ്പ് തരാം, സ്നേഹം നിറഞ്ഞ കുറച്ച് സമയവും നല്ല ചായയും ഒരിക്കലും നിങ്ങളെ തള്ളിപ്പറയാത്ത ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മൊത്തം സ്നേഹവും തരാം. ഇത്തവണ ബിഗ് ബോസ് വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുന്നു, അകത്തെ കളിയേക്കാൾ വലിയ കളികളാണ് പുറത്ത് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ സ്നേഹ ശ്രീകുമാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഞാൻ ഒരു കാര്യം വീണ്ടും പറയുകയാണ്, എൻ്റെ പൊന്നു സ്നേഹ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രോഗ്രാമിനൊക്കെ ഒരാളെ ക്ഷണിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാരും പോയിട്ട് തിന്നിട്ട് വരാറുണ്ട്. ആ കൂട്ടത്തിലെ ആദില നൂറമാരെ ഞാൻ വിളിച്ചില്ല എന്ന് ആ മാന്യം പറയുന്നതാണ്. അയാൾക്ക് എന്താണെന്ന് വെച്ചാൽ അയാൾ ആദ്യം സെലിബ്രിറ്റികളെ എല്ലാവരെയും വിളിക്കണം, മറ്റുള്ള പൊതുജനങ്ങളെ ഒന്നും വേണ്ട. അത്താഴ പട്ടിണിക്കാർ എൻ്റെ കസ്റ്റമറാണ്, അവറ്റകളെ ഒന്നും എനിക്ക് വേണ്ട, ഒരാളെ പോലും കാണണ്ട. അതായത് എൻ്റെ അടുത്ത് വന്നിട്ട് എത്ര മാത്രം ഗോൾഡ് എടുത്തു കഴിഞ്ഞാലും അവനെ ഒന്നും വിളിച്ചിട്ട് ഒരു അന്നം കൊടുക്കത്തില്ല. സെലിബ്രിറ്റികളെ മാത്രം വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഇയാൾ എല്ലാവരെയും വിളിക്കാൻ വേണ്ടി പറയും. പക്ഷേ അതിൻ്റെ അകത്തും വലിയ വലിയ സെലിബ്രിറ്റികളെ മാത്രമായിരിക്കും ഇയാൾ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ എന്നെയും വിളിക്കൂ, പിന്നെ ചില ആൾക്കാർ എന്നെ വിളിച്ചല്ലേ നീയും കൂടി വരൂ എന്ന് പറഞ്ഞിട്ടും കയറിപ്പോകുന്ന പരിപാടികളുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഈ ഈവന്റ് ഒക്കെ നടക്കുന്നത് വലിയ സെക്യൂരിറ്റി ടീമും അവരെയൊക്കെ വെച്ചിട്ടാണ്. സാധാരണക്കാരൻ അങ്ങോട്ട് പോയി നോക്കാനുള്ള അനുവാദം പോലുമില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെ വലിയ വലിയ ടീമുകൾ നടത്തുന്ന ഇങ്ങനെയുള്ള ഈവന്റുകൾ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സെലിബ്രിറ്റി ആണെന്ന് കരുതിയിട്ട് വിളിക്കാതെ കയറി ചെല്ലരുത്. വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, അവരെ അത് തെളിവ് കാണിക്കുക, അതാണ് വേണ്ടത്. അതായത് അവരെ വിളിച്ച തെളിവുണ്ടാവൂലേ, ഒരു കാർഡോ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, ഇല്ല ഒരു മെസ്സേജ് എങ്കിലും ഉണ്ടാവുമല്ലോ. അല്ലാതെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പോകാൻ മാത്രമുള്ള ഒരു ബുദ്ധിശൂന്യത ഉണ്ടോ നമ്മുടെ സെലിബ്രിറ്റികൾക്ക് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം പൊങ്ങച്ചം കാണിക്കുകയാണ്, ഒരു തരം പ്രാഞ്ചിയേട്ടം പൊങ്ങച്ചം. എന്താണെന്ന് വെച്ചാൽ കുറെ സിനിമാ താരങ്ങളെയും മറ്റുള്ളവരെയും കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ആഹാരം കൊടുക്കുക, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരെ കൂടെ നിന്നിട്ട് ഇങ്ങനെ ഈ 24 പല്ലു ഇളക്കിക്കൊണ്ട് സെൽഫി എടുക്കുക. ഇതൊക്കെയാണ് ഇവറ്റകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പുച്ഛമാണ് ഇവറ്റകളോട്, അതായത് ഇങ്ങനെയുള്ള ടീമുകളോട്. എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ എല്ലാവരും ഇങ്ങനെ കാണിച്ചുകൊണ്ട് വലിയ വീഡിയോയും വലിയ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വലിയ സംഭവമാണെന്നാണ് ഈ പ്രാഞ്ചിയേട്ടനായ ഈ പൈസലിനെ പോലെയുള്ള ആൾക്കാരുടെ വിചാരം. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, അതായത് ഈ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യണം,
വിളിച്ചു കഴിഞ്ഞ് പോസ്റ്റ് ഇട്ടു, ഏതായാലും ഞാൻ നിങ്ങളെ വിളിക്കാണ്ട് കയറി വന്നയാന്ന്, അത് ഡിലീറ്റും ചെയ്തു ആരും കാണാതെ. ആലോചിച്ച് നോക്കണം നിങ്ങൾ എന്തൊരു ദരിദ്രവാസിയാന്ന് കയറി, അതാണ് ഞാൻ ആലോചിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എല്ലാ സെലിബ്രിറ്റികളോടും പറയുകയാണ്, നിങ്ങൾ 2 തവണ ആലോചിക്കണം. കാരണം നിങ്ങൾ ചിലപ്പോൾ അവിടെ എത്തുമ്പോഴാണ് അറിയാം വിളിച്ചിട്ടുണ്ടാവില്ല എന്ന്, തിരിച്ചു വരാൻ കഴിയില്ല. അതാണ്. പിന്നെ ചില സെലിബ്രിറ്റികൾ നല്ല രീതിയിൽ വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത്, വാങ്ങിക്കാതെ പോകുന്നവരുണ്ട്, വാങ്ങിച്ചിട്ട് പോകുന്നവരുണ്ട്. അതായത് അക്കൗണ്ടിൽ പൈസ വന്നു കഴിഞ്ഞാൽ മാത്രം ഇറങ്ങുന്ന ടീമുകളുണ്ട്. ഇവരെയൊക്കെ വിളിച്ച് ജോസിന് ഒരു നേരത്തെ ആഹാരം എന്ന് പറയുന്ന ഒരു സിനിമ ഡയലോഗില്ലേ, അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഈ നമ്മുടെ ദിലീപ് പറയുന്നുണ്ട് ബിജു മേനോനോട്, ഏതോ ഒരു സിനിമ എന്നറിയാം, ഏതോ ഒരു സിനിമയിൽ ജോസിന് ഒരു നേരത്തെ ആഹാരം. അതുപോലെയാണ് യുവമാരൊക്കെ ചെയ്യുന്നത്, അല്ലാതെ വേറെയൊന്നുമല്ല. ഇവറ്റകൾക്ക് എന്താ ഈ അൽഫാമും കാര്യങ്ങൾ എന്താ വെളിയിൽ കിട്ടത്തില്ലേ? ഇവിടെ മാത്രം വന്നിട്ട് ഇങ്ങനെ മൂക്കം മുട്ട തിന്നിട്ട് പോണാർന്ന്, അതാണ് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ട് ഇമാതിരി പ്രാഞ്ചേട്ടന്മാരുടെ പ്രോഗ്രാമിൽ ഒന്നുകിൽ പോകാതിരിക്കുക, ഇല്ലെങ്കിൽ സെലിബ്രിറ്റികൾ എന്നുള്ള പേരും പറഞ്ഞു പോയിട്ട് ഇതുപോലെ നാണം കെടാതിരിക്കുക. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഏതായാലും ഈ 2 ടീമിനോടും എനിക്ക് ഒരു ഇതും തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സെലിബ്രിറ്റികളും കണക്കാണ്, അതുപോലെ തന്നെ ഈ പ്രാഞ്ചേട്ടനും കണക്കാണ്. സെലിബ്രിറ്റികൾ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഫ്രിയോസിന് ഫുഡ് ഉണ്ടെങ്കിൽ അവരവിടെ പോവുകയും ചെയ്യും. പിന്നെ അത്യാവശ്യം ഇനി വണ്ടിക്കൂലി മേടിക്കുന്നുണ്ടോ അതും നമുക്കറിയില്ല, ചിലപ്പോൾ വാങ്ങിക്കുന്നൊക്കെ ഉണ്ടാകും, അല്ലാതെ വെറുതെ ഒന്നും വരില്ലല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ സെലിബ്രിറ്റികളുടെ കാര്യം എന്ന് പറഞ്ഞാൽ. ഏതായാലും ഒരു കാര്യം ചെയ്യാം, പൈസ തിരിച്ചു കൊടുത്തേ മതിയാവൂ. 2 പേര് വിളിക്കാതെ പോയിട്ട് 2 ബിരിയാണിയും 2 ജ്യൂസും പിന്നെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എന്തൊക്കെ കഴിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ പൈസ തിരിച്ചു കൊടുത്തേ മതിയാവൂ. ഉള്ള കാര്യം എന്താ പറയുന്നത്, പൈസ തിരിച്ചു കൊടുക്കാതെ ഒരു കാലത്ത് നിങ്ങൾക്ക് സമാധാനത്തിൽ കിടന്നുറങ്ങാൻ കഴിയില്ല. കാരണം വിളിക്കാതെ പോയിട്ടൊരു സദ്യ ഉണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു നാണക്കേട് ലോകത്തില്ല എന്ന് ഞാൻ പറയത്തുള്ളൂ. അത്രയും നാണക്കേട് തന്നെയാണ്. അയാൾ പച്ചക്ക് പറഞ്ഞു ഞാൻ വിളിക്കാതെയാണ് ഇവർ വന്നിരിക്കുന്നതെന്ന്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വിളിക്കാതെ വന്നവരെന്തിന്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈസലിനെതിരെ നല്ല രീതിയിലുള്ള ഈ എന്താ പറയേണ്ട അറ്റാക്കാണ് വരുന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത് തന്നെ അയാളിപ്പോഴും എയറിലാണ് ഉള്ളത്. ഇനി താഴെ വരണമെങ്കിൽ 2-3 ദിവസം കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും ജനങ്ങൾക്ക് വെറുപ്പുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് അത്രമാത്രം ജനങ്ങൾക്ക് ഇയാളോട് വെറുപ്പുണ്ട്. ഇയാളാണ് വലിയ ഈ നന്മമരമാണ്, അല്ലെങ്കിൽ ഞാൻ വലിയ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ, ഒരു ചെറിയൊരു വീഴ്ച മതി മനുഷ്യന്മാർ എടുത്തിട്ട് അങ്ങ് എയറിലേക്ക് വിടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ മനസ്സിലായില്ലേ, ഞാൻ പറഞ്ഞല്ലോ ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്നാമത് എന്ന് പറഞ്ഞാൽ ഈ സെലിബ്രിറ്റികൾക്ക് ആഹാരം കൊടുത്തിട്ട് ഒരു ഗുണവുമില്ല, ഒരു മണമുണ്ടാൻ കിട്ടാനില്ല. പിന്നെ എന്നാണ് ബന്ധുക്കളോടെല്ലാം പറയുക, അതാ ഞാൻ എല്ലാവരുടെ ഫ്രണ്ടാണ്, ഞാൻ എന്നെ ഫ്രണ്ടാണ്, ഞാൻ ഇതേപോലെ ഇങ്ങനെയുള്ള ഫ്രണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പൊങ്ങച്ചം കാണിക്കാന്നല്ലാതെ വേറെ ഒരു ഇതുമില്ല. എന്തെങ്കിലും 5 പൈസൻ്റെ ഇതുണ്ടോ? പിന്നെ വേറെ ഒരു കാര്യേ, ഇതിൻ്റെ അകത്ത് വിട്ടു നിന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടാ. കാരണം കൃത്യമായിട്ട് വിളിക്കാതെ വരില്ല എന്ന് പറഞ്ഞിട്ട് വിട്ടു നിന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരോട് ഞാൻ ബിഗ് സല്യൂട്ട് നൽകുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അതാണ് നല്ലത്, അതാണ് വേണ്ടത്. കൃത്യമായിട്ട് നമ്മൾ ഓണർമാർ അതിൻ്റെ ആൾക്കാർ വിളിച്ചിട്ടില്ലെങ്കിൽ അവിടെ എത്തിയപ്പോൾ ചോദിക്കും ആരാ, എവിടെന്നാ, അല്ല എന്തിനാ വന്നത് എന്നൊക്കെ ചോദ്യം നമ്മൾ കേൾക്കേണ്ടി വരും. എന്ത് സെലിബ്രേറ്റ് ആയി കഴിഞ്ഞാലും ഇപ്പം മനസ്സിലായില്ലേ, ഓസിന് പോയിട്ട് തിന്നാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ മക്കളെ ഇതുപോലെയുള്ള എട്ടിൻ്റെ പണികളാണ് വരും. അതുകൊണ്ട് സ്നേഹ ശ്രീകുമാറിനോട് ഞാൻ പറയുകയാണ്, അയാളാണ് പറയുന്നത് ഞാൻ വിളിച്ചിട്ടില്ല, ഞാൻ വിളിക്കാതെയാണ് വന്നത് എന്ന്. പിന്നെ എന്താണ് നിങ്ങൾ ഈ പോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു മനുഷ്യൻ പറയുകയാണ് ഞാൻ വിളിച്ചിട്ടില്ല, നിങ്ങൾക്കടക്കം ഇത് ബാധകമാണ്, സെലിബ്രിറ്റികളൊക്കെ ഇത് ബാധകമാണ്. അതാണ് ഞാൻ പറയുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇതുപോലെ വലിയ പൊങ്ങച്ചം കാണിക്കുന്ന ഒരുപാട് ടീമുകൾ നമ്മൾക്കിടയിലുണ്ട്. സെലിബ്രിറ്റി എന്നുള്ള ഇതും കൊണ്ടാണ് പറഞ്ഞത്, മനസ്സിലാക്കണം നിങ്ങൾ. അപ്പോൾ ഈ ഒരു പിന്നെ ഹൗസ് വാമിങ് തുടങ്ങിയപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പം തന്നെയാണ്. കാരണം അതിൻ്റെ അടിയിൽ വരുന്ന ഒരുപാട് കമൻറ്റുകളുണ്ട്. ആ കമൻറ്റ് കണ്ടാൽ തന്നെ നമുക്കറിയാം ഇയാളോട് ജനങ്ങൾക്കുള്ള സ്നേഹം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഏതായാലും ഇന്ന് നടന്നിരിക്കുന്ന സംഭവങ്ങൾ അതൊരു വലിയ ഒരു ചതി തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഇയാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അത് ആദില നൂറമാർ ആയതുകൊണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതലാണ്. അനുമോളുമായിട്ടുള്ള ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആദില നൂറമാർ അല്ലേ, ഏതായാലും അങ്ങനെ അങ്ങ് പോകട്ടെ എന്നുള്ള രീതിയിലാണ് ചില ആൾക്കാരൊക്കെ ഇത് വിട്ട് കളയുന്നത്. അതായത് അനുമോള ഒരുപാട് എയറിൽ നിർത്തിയതല്ലേ, അതുകൊണ്ട് തന്നെ അനുമോളെയും വിളിച്ചിട്ടോന്ന് അറിയില്ല കേട്ടോ. അനുമോളെയും വിളിച്ചിട്ടാണ് കേൾക്കുന്നത്. ഇവിടെ ആരെയും വിളിച്ചിട്ടൊന്നുമില്ല. ഏതോ ഒരു കമ്പനിയോട് പറഞ്ഞ് കുറേ സെലിബ്രിറ്റികൾ ഇറക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഇവരിറക്കിയതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ മക്കളെ, ഒരാൾ പോലും പോകാതിരിക്കുക. പോയി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പണികൾ കിട്ടും. അത് ഓർമ്മിച്ചിട്ട് മാത്രം പോവുക. നന്ദി, നമസ്കാരം.